ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം പയർ മെഴുക്കുവരട്ടിയാണ്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ പയറെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടത് ഇച്ചിരി സവോള വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ചില്ലി ഫ്ലേക്സ്, പിന്നെ ഉപ്പ്, മുളക് പൊടി നിർബന്ധമില്ല, പച്ചമുളകാണ് നമ്മൾ മുളക് പൊടിക്ക് പകരം ഉപയോഗിക്കുന്നത് ഇവിടെ. ആദ്യമായിട്ട് തന്നെ ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുകയാണ്. നമുക്ക് ടേബിൾ സ്പൂൺ, ടീസ്പൂൺ ഇതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും, കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, ആമസോണിൽ നിന്നോ മേടിക്കാൻ കിട്ടും. ഇപ്പം എണ്ണ പയ്യെ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലോട്ട് നമ്മൾ പയ്യെ നമ്മുടെ സവാള പയ്യെ ഇട്ട് കൊടുക്കണം. മേത്തോട്ട് തെറിക്കാതെ നോക്കണം, കൈ മൊത്തം പൊള്ളിപ്പോകും. സവാള ഇട്ടു. ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇത്തിരി ചില്ലി ഫ്ലേക്സ് എരിവിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഞാനിപ്പോൾ തൽക്കാലത്തിനൊരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുകയാണ്. ഇതൊന്ന് വാടുന്ന വരെ പയ്യെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒത്തിരി ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് നിറം മാറാൻ തുടങ്ങിയാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുവാണ്. ഒരു നുള്ളു മതി, മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു ലേശ ഉപ്പ്. ഈ ഉപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ പാചകം ചെയ്ത് വരുമ്പോഴേ ഉപ്പിൻ്റെയൊക്കെ അളവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യമൊക്കെ ഇച്ചിരി കൂടിയും കുറഞ്ഞൊക്കെ പോകും. എപ്പോഴും എന്ന് വെച്ചാൽ ലേശം കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം, ആവശ്യത്തിന് ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം കൂട്ടി കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും, വായ വെക്കാൻ പറ്റില്ല. അപ്പം കളറൊക്കെ മാറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പയർ ചേർക്കാം. പയർ ഇതിലേക്ക് ഇടുക. പയറിട്ടിട്ട് അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ പച്ചമുളക് 3 എണ്ണം കണ്ടിച്ചിട്ട്, പിന്നെ കുറച്ച് കരിയാപ്പില കൂടി ഇട്ടു. പിന്നെ നമുക്ക്
ഉപ്പും കൂടി ഇടാം. വയറിന് വേണ്ട ഞാനൊരു തൽക്കാലത്തേനൊരു 1/2 ടീസ്പൂൺ കൂടി ഇടുകയാണ്. നേരത്തെ ഒരു 1/4 ഇട്ടായിരുന്നു, അരയും കൂടി ഇടുക. എന്നിട്ട് ഇത് പാകമാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൂട്ടുകയോ കൂട്ടുകയോ ഉള്ളൂ, പാകം അല്ലെങ്കിൽ. എല്ലാം ഒന്ന് ഇച്ചിരി ഇളക്കി കൊടുക്കുക, ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇച്ചിരി വെള്ളം കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാൻ പോവാണ്. ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. നമ്മൾ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുന്നു. ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, ഒത്തിരി തീ ആവണ്ട. ആക്ച്വലി സാധാരണ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. മിക്കവർക്കും ഇറച്ചി മീനൊക്കെ ആയിരിക്കും ഇഷ്ടം. പക്ഷേ ഞാനിന്ന് ഇറച്ചി മീനൊക്കെ കഴിച്ച് മടുത്ത കാരണം ഒരു ചേഞ്ചിന് വേണ്ടി പുതിയൊരു ഐറ്റം പരീക്ഷിച്ച. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അതുകൂടാതെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം ചൂടാക്കി കഴിക്കാം. ജസ്റ്റ് 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് നമുക്ക് അടുത്ത ദിവസം കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് പച്ചക്കറി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം. എനിക്ക് കുറച്ച് ചില പച്ചക്കറികളൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒരു ചോറ് വെക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ കാനഡയിൽ വന്ന് 2023 ഇപ്പോൾ 2 വർഷമായി. അപ്പോഴത്തേന് ഞാൻ പയ്യെ ആദ്യം കൂട്ടുകാരുടെ കൂടെ വെച്ച് പഠിച്ച് കുറേ അബദ്ധം പറ്റി, ഉപ്പ് കുറഞ്ഞ് അങ്ങനെ കുറേ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പയ്യെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് പാചകത്തിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ്, സവോള വരട്ടൽ, ഉപ്പിടൽ, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം എല്ലാ തരം ഐറ്റംസും നമ്മൾ ഉണ്ടാക്കും. നോൺ വെജും വെജും എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് വേണ്ടതെല്ലാം തന്നെ നമ്മളിവിടെ നമ്മുടെ അടുക്കളയിൽ കുക്ക് ചെയ്തെടുക്കും.
ഓരോ പയറിനും ഓരോ വേവാണല്ലോ. ഈ നാട്ടിലെ പയർ നമ്മുടെ നാട്ടിലെ പയർ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലും നമ്മളെ ഏകദേശം ഒരു രൂപസാദൃശ്യമൊക്കെ ഉള്ള കാരണം നമ്മൾ ഇത് വെച്ച് കാച്ചുവാണ്. എന്നാലും ഏകദേശമൊക്കെ നമുക്ക് ശരിയായി കിട്ടും. നല്ല പയർ തന്നെ. ഏകദേശം 4-5 മിനിറ്റായി. രണ്ടെണ്ണ ഇളക്കി നോക്കാം. ഈ അവസ്ഥ. പയറൊക്കെ വെന്ത് വന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടെ വേണം. അതാ പറഞ്ഞത്, ഉപ്പ് നമ്മൾ ആദ്യം ഒരുമിച്ചിടാതെ ഇച്ചിരി പാകത്തിന് ഇട്ട് കൊടുത്താൽ ഞാൻ ഒരു 1/4 ടീസ്പൂണും കൂടി ഇടുവാണ്. കറക്റ്റായിട്ട് നമുക്ക് ഉപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു 1/4 ടീസ്പൂൺ വെച്ച് ഇട്ട് തുടങ്ങുക. അല്ലെങ്കിൽ നമ്മുടെ സാധനം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇനി ഞാൻ വല്ല ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയർ മെഴുക്കുവരട്ടി ആയിരിക്കുകയാണ്. ഇനി എരിവൊക്കെ കൂടുതൽ വേണ്ടവർ കുറച്ച് കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ പച്ചമുളകും ചില്ലി ഫ്ലേക്സും മാത്രമാണ് ഇതിനകത്ത് ചേർത്തത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നന്ദി, നമസ്കാരം.